നമസ്കാരം, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ സ്കൂൾ വെക്കേഷൻ തുടങ്ങിയിട്ട് ഫസ്റ്റ് ട്രിപ്പ് നമ്മൾ പോവാണ് കേട്ടോ. സുമിയും ജുവാന് കുക്കും എല്ലാം ഉണ്ട്. ഞങ്ങൾ വിവിയുടെ ഫാമിലിയും നമ്മുടെ ഫാമിലി ഒരുമിച്ചാണ് പോകുന്നത്. വിവിയുടെ എന്തോ ബൂട്ടടയ്ക്കുന്ന റീൽസ് ഉണ്ടാക്കുന്ന തിരക്കിലാണ്. ബൂട്ട് പൊളിച്ചാ. പിന്നെ വിവിയുടെ വണ്ടിയിലാണ് നമ്മുടെ ഐക്കിയും ഉള്ളത്. പിന്നെ നിമ്മിയാണ് കൂടെ ഉള്ളത്. അധികം ദൂരോട്ടൊന്നുമല്ല പോകുന്നത്. നമ്മളിവിടുന്ന് ഏകദേശം ഒരു മണിക്കൂർ ഡ്രൈവുള്ളൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. നല്ലൊരു കാരവാൻ സ്റ്റേ ആണ്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ വേണ്ടി പറ്റുള്ളൂ. എന്താണെങ്കിലും ഇതൊരു 1.5 ട്രിപ്പായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്ന റൂട്ട് ഇങ്ങനെയാണ് കേട്ടോ. കിടുവായിട്ടുള്ളൊരു സ്ഥലമാണ്. ഒരു സിംഗിൾ ക്യാരേജ് വേ ട്രാഫിക്കാണ് ഇവിടെ ഉള്ളത്. ഏകദേശം അടുത്തെത്താൻ വേണ്ടായി. ഇവിടുന്ന് ഒരു 4 മൈലും കൂടെയാണ് കാണിക്കുന്നത്. ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. നല്ല ഫൺ ഡ്രൈവാണ് ഈ റൂട്ട്. നാട്ടിലൊക്കെ വണ്ടി ഓടിക്കുന്ന ഒരു ഫീല് കിട്ടും. അവിടെ പോകുന്ന വഴിക്ക് റോഡ് സൈഡിൽ കണ്ടോ 2 കുതിരക്കുട്ടന്മാരെ നിൽക്കുന്നുണ്ടോ? നമ്മൾ ഏകദേശം അതിൻ്റെ അടുത്തെത്തി. പക്ഷേ ലൊക്കേഷൻ നമുക്ക് കുറച്ച് ട്രിക്കിയാണ് ഇവിടുത്തെ. നമ്മൾ ലൊക്കേഷനിലെത്തി ഗായ്സ്. കിണ്ണ സ്ഥലമാണ്. ഓപ്പൺ സ്പേസ്. അതെ അതെ, പിള്ളേർക്ക് ഒച്ച ഉണ്ടാക്കാൻ വേണ്ടും അലമ്പാൻ വേണ്ടും അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും പറയാണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും തപ്പി കണ്ടുപിടിച്ചത്. എന്ത് വേണമെങ്കിലും ചെയ്യാം. നല്ല കിടുന്ന് പറഞ്ഞാൽ കിക്കിടു. ഒരു രക്ഷയില്ല കേട്ടോ, ഒരു രക്ഷയില്ല. ഇതാണ് കേട്ടോ ഇതാണ് നമ്മുടെ ലോകം, നമ്മുടെ സ്വർഗം. വിവിയുടെ വണ്ടിയാണെങ്കിൽ ഇതാണ്ട് ഇവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ അവിടെ തിരിച്ച് നമ്മുടെ വണ്ടി ഇടുന്നതാണ്. ഇത് ഫുള്ള് ഫീൽഡ്, ഓപ്പൺ ഫീൽഡ്. നിങ്ങൾക്ക് ഒരു റെസ്ട്രിക്ഷനും ഇല്ല. നോ റെസ്ട്രിക്ഷനാണ് നിങ്ങൾക്ക്. യു ഫ്രീ ടുഡേ. ഞങ്ങളിവിടെ എത്തി കേട്ടോ. വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂർ അടുത്താണ് നമുക്ക് ഇങ്ങോട്ടേക്ക് ഡ്രൈവ് ഉള്ളത്. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഞാനിവിടെ UK വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സ്റ്റേ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. നമ്മളിത് ബുക്ക് ചെയ്തപ്പോഴും നമുക്ക് ഒരു പിടുത്തം ഉണ്ടായിരുന്നില്ല ഇത് എങ്ങനെയായിരിക്കും എന്തായിരിക്കും എന്നൊന്നും. നിങ്ങളെ കാണിച്ചു തരാം ലൊക്കേഷൻ. ഇത് ഈ കാണുന്നതാണ് ഫുള്ള്. ഈ ഫീൽഡ് മുഴുവൻ നമ്മുടെയാണ്. ഇത് വണ്ടിയൊക്കെ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ആ കാണുന്ന ഒരു ടെൻ്റാണ് നമുക്കുള്ളത്. പിന്നെ ഈ കാണുന്നൊരു കുഞ്ഞു കാരവാന്. ഇത് ഇവിടെ നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സെറ്റപ്പ്. പിന്നെ ടോയ്ലറ്റും ഇതെല്ലാം അവിടെയാണ് ഉള്ളത്. വിവിയൊക്കെ ഇവിടെ നമ്മൾ ഫോട്ടോഷൂട്ടൊക്കെ തുടങ്ങി സെറ്റാണ്. ഇവിടെ എത്തിപ്പെടാൻ പറ്റൊരു പാട്. ഭയങ്കര ഇതാണ്. എങ്ങനെയുണ്ട് ഈ സ്ഥലത്തെ കുറിച്ച് എന്താ പറയാ? അടിപൊളി, ഇഷ്ടപ്പെട്ടോ? പിന്നെ കാമാൻ ക്വയറ്റായിട്ടുള്ള സ്ഥലം നല്ല ഇതാണ്. പക്ഷേ ഇവിടെ എത്തിപ്പെടാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ നമ്മൾ അവർ പറഞ്ഞു തന്ന എല്ലാ കറക്റ്റായിട്ട് സാധനങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് എത്തിപ്പെടാം. സംഭവം സെറ്റായിരിക്കും. അടിപൊളി. നമ്മൾ താമസിക്കുന്ന ഇതുണ്ട്, ഈ ടെൻറ്റിലാണ് കേട്ടോ നമ്മൾ കിടക്കുന്നത്. പക്ഷേ ഇവിടെ സേഫാണ് കേട്ടോ. ഇവിടെ ഒരു പ്രശ്നവുമില്ല. ഇവിടെ നല്ല സേഫാണ്. ഒരു ഫാമിൻ്റെ ഒരു സൈഡാണ്. ഇതിൻ്റെ ഉൾവശം കാണിച്ചു തരാം. ഇത് ഉള്ളിലോട്ട് കയറുമ്പം ഇങ്ങനെയാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഇത് ഇവിടെ ഒരു 2 ബെഡുണ്ട്. പിന്നെ നിലമൊക്കെ ആണെങ്കിൽ നല്ലപോലെ വൃത്തിയിലാണ് ഉള്ളത്. വലിയ ഹൈറ്റൊന്നുമില്ല. അത്യാവശ്യം നമ്മുടെ ഒരു ക്യാമ്പ്. ഈ സാധനം നല്ല സംഭവം അടിപൊളി. എനിക്കിഷ്ടപ്പെട്ടു. ഇതാണ് ബെഡ്.
പിള്ളേരെല്ലാം വന്നു. ഇത് കുക്കു. അപ്പോൾ ഇതിൻ്റെ അകത്ത് 2 പേർക്ക് ഇവിടെയും നമുക്ക് സ്റ്റേ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെയുള്ള ഇതാണ് അടുത്ത കാരവാനുള്ളത്. ഇതിൻ്റെ അകത്ത് ഒരു 2 പേർക്ക് സ്റ്റേ ചെയ്യാൻ വേണ്ടി പറ്റും. കസേരയൊക്കെ എടുത്ത് വിവി 2 അടിക്കാനുള്ള സെറ്റപ്പ് റെഡിയാക്കുന്നുണ്ട്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇത് ബെഡിനേക്കാളും കൂടുതൽ പില്ലോയാണ് കേട്ടോ ഇതിൻ്റെ അകത്ത്. ഇതിൻ്റെ ഉൾവശമൊക്കെ ഇങ്ങനെ ആണുള്ളത്. പിന്നെ ചെറിയൊരു എന്തെങ്കിലും ഒരു കിച്ചൺ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള പഞ്ചസാര, ഓയിൽ സഹിതമുള്ള സാധനങ്ങൾ. സൈഡിലാണ് നമുക്ക് ഷവറിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ഇവിടെയാണുള്ളത്. ഇനി കാണുന്നതാണ് ടോയ്ലറ്റ്. ഇവിടെ 4 ചെയർ ഇങ്ങനെ വിവി എടുത്ത് നിരത്തി വെച്ചിട്ടുണ്ട്. ഇവിടെ വട്ടം തീയൊക്കെ ഇട്ട് തീ കാഞ്ഞിരുന്നിട്ട് നമുക്ക് 2 അടിക്കാനൊക്കെ നല്ല സെറ്റപ്പ് വൈബാണ്. നല്ല ലൊക്കേഷനാണ്. ഇവിടെ 4 പേർക്ക് ഇരിക്കാൻ വേണ്ടി പറ്റും. പിന്നെ നമുക്ക് ബാർബിക്യൂ ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ നമുക്കിവിടെ ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? വീട്ടിൽ വെള്ളം അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആൾക്കാർ ഒരു 5-6 പേര് കൂടി കഴിഞ്ഞിട്ട് ഒച്ചയാകുക എന്ന് പറഞ്ഞുള്ള ഒരു പ്രശ്നമാണ് നമ്മൾ ഏറ്റവും അഭിമുഖീകരിച്ചിട്ടുള്ളത് UK-ൽ. അപ്പോൾ ഇവിടെ നമുക്ക് ഒച്ചയിടാനും ബഹളം വെക്കാനും അങ്ങനെ പുറത്ത് ഒരു ക്യാമ്പ് സ്റ്റേ എടുക്കാൻ വേണ്ടി ഒരു ക്യാമ്പിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ കിട്ടുകയും ചെയ്യും. അങ്ങനെയുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണിത്. സംഭവം കുഴപ്പമില്ല, അടിപൊളിയാണ്. ഒരു ദിവസത്തെ സ്റ്റേക്കൊക്കെ ഓക്കെയാണ്. അതിൽ കൂടുതൽ നമുക്ക് എടുക്കാൻ വേണ്ടി കൊള്ളൂല. ഇനി ബാക്കി ബാർബിക്യൂ ഒക്കെ സെറ്റാക്കാനുള്ള പരിപാടിക്ക് പോകുന്നു. നമ്മൾ വന്നവിടെ നമ്മുടെ സാധനം ഇറക്കി അങ്ങ് വെച്ചു കേട്ടോ. ഐക്കിയും ജോവാനും ഒക്കെ ചാർജ് ആയിരിക്കുകയാണ്. നമുക്ക് ഈ ഫീൽഡിൻ്റെ അങ്ങേ അറ്റത്ത് നമ്മൾ പോയി നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഇവിടെ കുറേ കുതിരകളൊക്കെ ഉണ്ട് കേട്ടോ. എങ്ങനെ ഈ സ്ഥലത്തെക്കുറിച്ച് എന്നാ നീ പറയുന്നത്? ഓക്കെ, ഞാൻ പറയുന്നത് ഇത് എക്സ്പീരിയൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. എസ്പെഷ്യലി ഞങ്ങൾ വൈൽഡ് ആനിമൽ ജില്ലക്കാരൻ ടെൻറ്റ് സെറ്റപ്പ് എല്ലാം നല്ലതാണ്. ആണോ? ഏറ്റവും ഇഷ്ടപ്പെട്ട എന്നാ എനിക്ക്? കാരവാൻ ആണോ? ഒത്തിരി ഓർഗനൈസും നീറ്റാ. അതെ അല്ലേ? ജുവാനയ്ക്കോ? ടെൻ്റാണ് ഇഷ്ടപ്പെട്ടെ? കുറച്ചും കൂടെ നേരത്തെ നമ്മൾ വരണ്ടായിരുന്നല്ലേ? 2 മണിയാകുമ്പോൾ ഇവിടെ എത്തുമായിരുന്നെങ്കിൽ. അതെ, സത്യം. ഓക്കെ ഗൈസ്, റൈറ്റ് നൗ ഞങ്ങൾ ഒരു ക്യാമ്പ് സൈറ്റിലാണ്. ഇപ്പം ഞാൻ ജുവാനയില്ലേ ഹോഴ്സിനെ നോക്കുക. കാരണം ഞങ്ങൾക്ക് അതിനെ ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ ആക്കിപ്പിക്കണം. കാരണം ഞങ്ങൾ സ്ക്രീം ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ ഞങ്ങൾ റിയലൈസ് ചെയ്ത് അതെല്ലാം അവിടെ ഉണ്ട്. അവിടെ എല്ലാവരും ഇങ്ങോട്ട് പോവാണ്, ഒരു ഫോറസ്റ്റ് ഏരിയയിൽ പോവാണ്. പിന്നെ ഞങ്ങൾ ജസ്റ്റ് ചെക്കട്ടെ, ആളും കൂടെ വരുന്നുണ്ട് ഇവിടെ. എന്നാ ജോഹാനെ? റെഡ് പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. എന്താണ്? ഞാൻ ക്ലിപ്പിന് വേണ്ടി ഫോട്ടോ എടുക്കുന്ന ആളെ ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മളവിടെ ചെന്ന് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 2-3 കുതിരയൊക്കെ നമ്മുടെ ആ ഫീൽഡിൻ്റെ ബോർഡറിൽ വന്ന് നിന്നു. അപ്പോൾ നമ്മൾ അതിന് പുല്ലൊക്കെ എടുത്ത് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും പിള്ളേരുടെ അടുത്തും നമ്മുടെ അടുത്തൊക്കെ വന്ന് നിന്നപ്പോൾ നമുക്കങ്ങനെ തൊടാനുള്ളൊരു ചാൻസൊക്കെ കിട്ടി. കുറേ സമയം പിന്നെ അത് കഴിഞ്ഞിട്ട് 1-2 കുതിരയും കൂടെ നമ്മുടെ അടുത്തേക്ക് വന്നു കേട്ടോ. പിള്ളേർക്കൊക്കെ ഭയങ്കര സന്തോഷമായിപ്പോയി. എൻ്റെ ഈ ജീവിനെ ആദ്യമായിട്ട് ഇവർ ഇത്രയും അടുത്ത് കാണുന്നത്. നമുക്ക് ബാർബിക്യൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ഇതാണ് കേട്ടോ. നമ്മൾ ചാർക്കോൾ മേടിച്ചേക്കുന്ന ഒരു വെറൈറ്റി ചാർക്കോൾ കേട്ടോ ഇപ്രാവശ്യം. ഇതാണ് ചാർക്കോൾ. ഡോർസെറ്റ് ചാർക്കോൾ കേട്ടോ ബേബി. ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. ഡോർസെറ്റ് ചാർക്കോൾ. ഫയർ ലൈറ്ററായിട്ട് ഈ സാധനം നമുക്ക് കിട്ടിയിട്ടുള്ളത്. 15 ഫയർ ലൈറ്റേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ തീയിടാലേ ബേബി? തീയിടൽ ആരംഭിക്കുകയാണ്. ഒരാളെയും കൊണ്ട് നടക്കുകയല്ലാണ്ട് 2 പേരാണ് ഒരു ചാക്ക് തുറക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഗൈസ്.
നാടൻ രീതിയായിട്ട് അവസാനം ബിബി ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ്. എല്ലാ ടൂൾസും ഉണ്ട് കയ്യിൽ. മലപ്പുറം കത്തി. ഇതാണ് ഒറിജിനൽ ചാർക്കോൾ. എൻ്റെ മറ്റേ ഇൻസ്റ്റൻറ്റ് ചാർക്കോളിനെ കുറച്ചും കൂടെ സീനാണ്. അപ്പോൾ ഈ ചാർക്കോൾ കരിയാ, വുഡ് ചാർക്കോൾ, ഒറിജിനൽ കരി. കരി ഈ സംഭവം ഇതാണ് നമുക്ക് വേണ്ടത്. നാളെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഫയർ ലൈറ്റർ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഇടുന്നു. അത്യാവശ്യം നല്ല കാറ്റുള്ളതുകൊണ്ട് കാര്യങ്ങൾ എളുപ്പമെന്ന് തോന്നുന്നത്. നല്ല പെട്ടെന്ന് തീ പിടിച്ചു കേട്ടോ. ഗോപ്രോ വരെ കത്തിയാനിപ്പോൾ. തീ ഇട്ടിട്ടുണ്ട്. തീ സെറ്റായിരിക്കുകയാണ്. തീ സെറ്റായി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് മെയിൻ ഐറ്റം വേണ്ടേ? എടാ പിന്നെ വൈകിട്ട് അടിക്കാൻ വല്ല സാധനം വേണ്ടേ? നീ അടിക്കുന്നില്ലെന്ന് പറഞ്ഞേ? അടിക്കുന്നില്ലേ? ഇത് എനിക്ക് ഇനി എങ്ങാനും തികയാണ്ട് വന്നാലോ? ഇത് നിനക്ക്. ഇത് നല്ല അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. നല്ല ചൂടായിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ചൂടാണ്. നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇത് തന്നെ നിമ്മി. ഇത് ചിക്കൻ, ചിക്കൻ ഉണ്ട്, ബീഫ് ഉണ്ട്, പോർക്ക് റിബ് പൊളിക്കും. നമ്മുടെ ചിക്കൻ്റെ സെറ്റ് മുഴുവൻ ഇറങ്ങിയിരിക്കുക കേട്ടോ. അത്യാവശ്യം നല്ല കാറ്റുണ്ട്. കാറ്റുള്ളതുകൊണ്ട് സംഭവം ഏതായാലും കളറായി കിട്ടും. നല്ല കനലുണ്ട്, നല്ല തീയ്, അടിപൊളി. കാര്യപരിപാടിയിലോട്ട് കടക്കുകയാണേ. ദൂരെന്നാ നമ്മുടെ ബാർബിക്യൂ ഒക്കെ സെറ്റായി. അത്യാവശ്യം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി തുടങ്ങി ഗൈസ്. ബട്ടർ ചിക്കനും പിന്നെ ഇച്ചിരി ബട്ടർ ചിക്കൻ അല്ല, ഗ്രിൽ ചിക്കനും പിന്നെ നാന് ഈ ഫ്രഷ് ഫ്രം ബാർബിക്യൂ നമ്മളിപ്പം കഴിക്കാൻ. പിന്നെ എനിക്കത് ലോളിപോപ്പ്. ബീഫ് എടുത്ത് എന്താ ബീഫ് എടുത്തിട്ടുണ്ട്. ബീഫ് എടുത്ത് നമ്മൾ കനലിൽ കയറ്റിട്ടുണ്ട് കേട്ടോ. ഇത് റെക്കോർഡിങ്ങാ? പണവും പ്രതാപം. ഇഷ്ടപ്പെട്ടോ? ഞാൻ ഇതിൻ്റെ അകത്ത് ഇന്നലെ കിടന്നുറങ്ങി കേട്ടോ. ഞാൻ സുമയും ഇതിൻ്റെ അകത്ത് ജസ്റ്റ് 2 പേർക്ക് മാത്രമേ ഉറങ്ങാൻ വേണ്ടി പറ്റുള്ളൂ. കുഴപ്പമില്ല. രാവിലെ ഇത് നിമ്മി എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. പിള്ളേരൊക്കെ എഴുന്നേറ്റ് അമ്മേ ഉറങ്ങിയിട്ടില്ലായിരിക്കും അല്ലേ? അവരെന്തി എന്നിട്ട് തന്നെ സാധനമൊക്കെ എടുത്ത് റെഡിയായി രാവിലെ പോകാൻ വേണ്ടിയിരിക്കുകയാണ്. ബൈക്കാണെങ്കിൽ രാവിലെ ഇതേ അവിടെ കുതിരനെ കാണാൻ വേണ്ടി ആ സൈഡിൽ പോയിട്ടുണ്ട്. എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ കുതിരയൊക്കെ. ഒരു ജസ്റ്റ് ഒന്ന് വന്ന് റിലാക്സായി പോകാൻ വേണ്ടിയിട്ട് നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് പോവാണത്. ഒരു ജസ്റ്റ് ഒരു 1 നൈറ്റ് സ്പെൻഡ് ചെയ്യാം. 1 നൈറ്റ് സ്പെൻഡ് ചെയ്യാം. അല്ലാണ്ട് നമുക്ക് ഓവർ എക്സ്പെക്റ്റേഷൻ ഒന്നും ഇല്ലാണ്ട് വരാം. മിനിമം ഇത് മാത്രമേ ഉള്ളൂ ഇവിടെ. അതെ. പിന്നെ അതെ, നൈറ്റിൽ ഇലക്ട്രിസിറ്റി ഇല്ല. അപ്പോൾ കംപ്ലീറ്റ്ലി നമ്മൾ മറ്റേ സോളാറിൻ്റെ ഇതൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. സോളാർ അല്ലെങ്കിലും ബാറ്ററി പവേർഡ് ലൈറ്റ്സൊക്കെ ഇവർ നമുക്ക് തന്ന് അത്യാവശ്യം വെട്ടമുണ്ട്. ഒരു റാന്തൽ വെളിച്ചം. അതെ.
എന്നൊക്കെ പറയുന്ന പോലെ. പക്ഷേ സമ്മറിൽ ഓക്കെയാണ്, കാരണം ഒരു 9 o'clock വരെ സൺലൈറ്റ് ഉണ്ടെങ്കിൽ ഓക്കെയാണ്. ഇന്നലെ 9:30 വരെ നമുക്ക് ലൈറ്റും ഉണ്ടായിരുന്നു, കുഴപ്പമില്ല. മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ. ബൈ ബൈ.